പെട്ടെന്ന് അങ്ങോട്ട് കേറ്. ഇനി ഒരു വണ്ടി വരാൻ എത്ര സമയാവും? ഇരിക്കണം. എന്തോ ഇരിക്കണം അല്ല മാറണം. താൻ എഴുന്നേറ്റ് മാറണം. എനിക്ക് ഇരിക്കണം. ഇത് സ്ത്രീകളുടെ സീറ്റാ. കണ്ടോ, ഇതാണ് ഈ നാടിന്റെ പ്രശ്നം. ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരുമിച്ചിരുന്നോ സംസാരിച്ചെന്നോ കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാറ്റേണ്ടത് നമ്മുടെയൊക്കെ അടിസ്ഥാനപരമായ ചില ചിന്താ രീതികളാണ്. ഞാൻ സ്ത്രീകളെയൊക്കെ ഒരുപാട് ബഹുമാനിക്കുന്ന ആളാ. അമ്മച്ചി ഇവിടെ ഇരിക്കണം. ആരാണോ അദ്ദേഹം അമ്മച്ചി? എന്റെ വായിന്നൊന്നും കേൾക്കരുത്. സ്ത്രീകളെ സീറ്റിൽ മാറണം അങ്ങോട്ട്. എന്താ എന്താ ജാനിയെടുത്ത പ്രശ്നം? ഇത് കണ്ടില്ലേ? പെണ്ണുങ്ങളോടാണോ തന്റെ കളി? ഈ നാട്ടിലെ രീതികളെ കുറിച്ചൊന്നും തനിക്കറിയില്ലേ? ഇവിടുത്തെ SID എല്ലാം കാണും കിട്ടണം. വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോട്ടെ. അത് തന്നെ. പോലീസ് സ്റ്റേഷനിലേക്ക് അപ്പൊ എനിക്ക് സൗകര്യം. ഞാൻ അവിടെ ഇറങ്ങിക്കോളാം. ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. നീ സ്റ്റേഷനിൽ വിളിച്ച് പറയടി. മാഷ രാവിലെ തന്നെ പണിയാക്കൽ ഒന്ന് മാറിക്കോളും. ആ സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞ് ഇന്നത്തെ ദിവസം നോക്കാം. പിന്നെ നിന്റെ ജീവിതം. വനിതാ പോലീസ് സ്റ്റേഷനില്ലേ? ഈ നാട്ടിലെ രീതികൾ ഞാനൊന്നും കാണും. അല്ല മാഷേ, ഇപ്പൊ ശരിക്കും തനിക്ക് എങ്ങോട്ടാ പോണ്ടേ? പോലീസ് സ്റ്റേഷൻ. ഇപ്പൊ ടിക്കറ്റ് എടുക്കാണ്ട് പോലെ. രോഗം ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. പെണ്ണുങ്ങളെ തോണ്ടാനും പിടിക്കാനും ഇവനാണോ? സാറേ അവനല്ല, ഇവനാണ്. പുതി മാറില്ലടാ. ഞാൻ പറയുന്നത് ഞാൻ പോലീസാണ്. ഞാൻ പോലീസാണ്. ഞാൻ ചെട്ടിയാര് തമിഴ്നാട് കമ്പന്തേനിയില് പച്ചക്കറി കച്ചവടം നടത്തുകയാണ്. കട്ടപ്പനയിലുള്ള എന്റെ ഭാര്യയെ കാണാൻ വേണ്ടി ഞാൻ എന്റെ വണ്ടിയിൽ ഒന്ന് ഇവിടെ വരെ വന്നതാ. അത് പോലീസ് പിടിച്ചു. കട്ടപ്പുകയായി. വലിയ വലിയ ബസ്സൊക്കെ പോലീസ് സ്റ്റേഷൻ ഇറങ്ങി പോണ കാണുമ്പോ കൊതിയാവുക. എന്റെ ഈ ചെറിയ വണ്ടിക്ക് വേണ്ടി എത്ര ദിവസമായി കയറി ഇറങ്ങ. പോലീസമ്മേ, പോലീസമ്മേനെ സാറേ പേപ്പർ. എന്ത് പേപ്പർ? ഇതില് പൊല്യൂഷന്റെ പേപ്പർ എവിടെ? എന്ന് വെച്ചാ എന്താ? പുകയുടെ പേപ്പർ എവിടെ? പുകയുടെ ഞാൻ നേരത്തെ തന്നല്ലോ. അതെല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുവന്നാ മതി. സാറേ പൊല്യൂഷൻ അല്ല, പോലീസ് സ്റ്റേഷൻ എത്ര മണി വരെ ഉണ്ടാവും? പോലീസ് സ്റ്റേഷൻ വല്ല സമയം ഉണ്ടോടോ? ഇല്ല. താൻ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതി. സാറേ എന്റെ വണ്ടി വനിതാ പോലീസ് കൊണ്ടുപോകണോ? ഈ പേപ്പർ ഒക്കെ ശരിയാക്കിയിട്ട് തനിക്ക് ഈ വണ്ടിയായിട്ട് പൊക്കൂടോ? അല്ല നല്ല ആരോഗ്യമുണ്ട്. അതെ, എക്സ്ക്യൂസ് മീ. ആക്ച്വലി എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ പുതിയതായിട്ട് വനിതാ പോലീസ് ചേരാൻ വന്നത്. ഏകദേശം 2 വർഷം പോലീസ് ചേരാനുള്ള എല്ലാ വകുപ്പും ചേർത്ത് ഒരു FIR തയ്യാറാക്കുന്നുണ്ട്. അന്നാമ്മ ഒരു ഫോട്ടോ എടുത്തു വെച്ചോ, നമുക്ക് പത്രത്തിൽ കൊടുക്കാം. ഒരു മിനിറ്റ്. മാഡം ഉദ്ദേശിച്ചത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണെങ്കിൽ എന്റെ ബാഗിലുണ്ട്. എടുക്കണോ? താൻ ആളൊരു കുഴപ്പക്കാരനാണല്ലോ. ഞാൻ പറഞ്ഞ സത്യമാണ്. ഞാൻ പുതിയതായിട്ട് ജീപ്പ് ഓടിക്കാൻ വന്നതാണ്. എന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഡ്രൈവറായിട്ട്. സോറി. ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ കൂടെയാണ്. ആദ്യം വന്ന ജോലിക്ക് തന്നെ പോകണമെന്നുള്ളത് അമ്മയുടെ ആഗ്രഹമായിരുന്നു. എന്റെ അച്ഛനൊരു ഡ്രൈവറായിരുന്നു, ലോറി ഡ്രൈവർ. അച്ഛനിപ്പോ ഇല്ല, മരിച്ചുപോയി. താനിവിടെ നിൽക്ക്. എന്താ പേര്? അന്നമ്മ. അന്നമ്മ. എന്റെ ക്ലാസ്സിൽ ഒരു അന്നമ്മ ഉണ്ടായിരുന്നു, അന്നമ്മ തോമസ്. ഞാൻ അവളെ അന്ന എന്നാ വിളിച്ചോണ്ടിരുന്നു. ഏതാണ്ട് തനിക്കിപ്പോ എന്താ വേണ്ടത്? വെള്ളം. ആ മുറി ചെല്ലുമ്പോ ശരിക്ക് വെള്ളം കുടിച്ചോളൂ. അരുന്ധതി വർമ്മ. മേഡം, എന്താടോ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടാണല്ലോ തന്റെ വരവ്? അത് പിന്നെ
ബസ്സിൽ സീറ്റ് ഒഴിഞ്ഞിടന്നപ്പോ ഞാൻ ഓഹോ, ഒഴിഞ്ഞെടുക്കുന്ന എല്ലാ സീറ്റിലും താൻ കയറിയിരിക്കോ? അവ- എന്നാ പിന്നെ ഈ സീറ്റിൽ കയറി ഇരിക്കടോ. ഇവിടെ ചില രീതികളൊക്കെ ഉണ്ട്, അതൊക്കെ അനുസരിച്ച് നിന്നോണം. ഡിസിപ്ലിൻ അതെനിക്ക് മസ്റ്റാ. സോ ബാക്കിയെല്ലാം ലതിക പറഞ്ഞുതരും. ഈ സ്ത്രീകളോടൊക്കെ താൻ എങ്ങനെ? അങ്ങനെയൊന്നുമില്ല. എങ്ങനൊന്നും ഇല്ലാന്ന്? ഈ എല്ലാരെയും പോലെ തന്നെ എല്ലാരും സഹോദരി സഹോദരന്മാരാണല്ലോ ഭാരതീയർ. എന്താടോ കളിയാക്കുവാണോ? തന്റെ വേലത്തരങ്ങളൊക്കെ കൈ വെച്ചിരുന്നാ മതി. എന്നോട് വെളച്ചിലെടുത്തിട്ടുള്ള ഒരു ഡ്രൈവർമാരും ഇന്ന് സർവീസിലില്ല, മനസ്സിലായോടോ? സോ ഡ്യൂട്ടിയോടൊപ്പം നൈറ്റ് ഡ്യൂട്ടി ഓവർ ടൈമിൽ ചെയ്യേണ്ടി വരും. ചെല്. സോ മേനോൻ സാറിന്റെ വീട്ടിലെ സെക്യൂരിറ്റി ക്യാബിനിൽ ഇയാൾ സ്റ്റേ ചെയ്യട്ടെ. അവിടെ നൈറ്റ് പെട്രോളിംഗ് സ്ട്രോങ് ആക്കണം. എപ്പോ വേണമെങ്കിലും ഒരു ആക്രമണം നടന്നേക്കാം. ആക്രമണോ? ശരി മേഡം. ആ, അവിടെ CCTV ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ കാര്യം എന്തായി? 2 ദിവസത്തിനുള്ളിൽ ഫിക്സ് ചെയ്യാന്ന് ഉറപ്പ് വന്നിട്ടുണ്ട് മേഡം. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. യെസ് മേഡം. കേന്ദ്ര ഗവൺമെന്റിൽ വളരെയധികം സ്വാധീനമുള്ള ആളാണ് മുകുന്ദൻ മേനോൻ. ഒരു ചെറിയ സുരക്ഷാ വീഴ്ച ഉണ്ടായാൽ പോലും അത് കേരള പോലീസിന്റെ മൊത്തം കഴിവുകേടായി ചിത്രീകരിക്കപ്പെടും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല മേഡം. ആ വീട്ടിലേക്കുള്ള എല്ലാ വഴികളും നമ്മുടെ നിയന്ത്രണത്തിലാണ്. പരിചയമില്ലാത്ത ആരെങ്കിലും അതുവഴി വന്നാൽ അറിയിക്കാൻ ഇൻഫോമർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അറിയാലോ, ഒരുപാട് പൊളിറ്റിക്കൽ പ്രഷേഴ്സ് ഉണ്ടായിട്ടും ആ വീടിന്റെ പ്രൊട്ടക്ഷൻ ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. പെണ്ണുങ്ങളെ വിചാരിച്ചാലും ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കണം. ആ രാമകൃഷ്ണ, നാളെ രാവിലെ വന്ന് ജോയിൻ ചെയ്തോളൂ. താമസ സ്ഥലത്തേക്ക് അധികം ദൂരമൊന്നുമില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ മെട്രോ റെയിൽ ചെയർമാൻ മുകുന്ദൻ മേനോന്റെ വീട് ചോദിച്ചാൽ മതി. മുകുന്ദൻ മേനോൻ അയാളൊക്കെ നേരെ വീട് വാടകയ്ക്ക് കൊടുക്കണം. പുതിയ ഡ്രൈവറല്ലേ? ഷഡിയൊക്കെ കണ്ടു. ഇത്രയും മോഡേൺ ആയിട്ടുള്ള ഒരാള് പോലീസായിട്ട് ആദ്യമായിട്ട് അവിടെ വരുന്നേ. എന്താ ചെയ്യാമോ? പിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഇത് പണിയാ. അതെ, ഒരപേക്ഷയുണ്ട്. ദേവി ഇത് പ്രേമിച്ചു കളയരുത്. വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ഡ്രൈവറാ. എന്തെങ്കിലും ഒരു കാര്യം മതി SIക്ക് പിരിച്ചുവിടാൻ.